ഇറാനിൽ കനത്ത മിസൈൽ ആക്രമണം നടത്തി തിരിച്ചടിച്ച് ഇസ്രായേൽ. യുഎസിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ യുഎസ് ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. ടെഹ്റാനിലും ഇസ്ഫാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഏപ്രിൽ 8 താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യ ആക്രമണമാണിത്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ പടിഞ്ഞാറൻ വ്യോമാതിർത്തി അടച്ചതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ലെബനനിലെ ഹിസ്ബുള്ളെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇസ്രായേലിനെ ആക്രമിച്ചതെന്ന് ഇറാൻ അറിയിച്ചു. യുഎസുമായി സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലെബനനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കനത്ത ആക്രമണം നടത്തിയിരുന്നു. ലെബനനിലെ ആക്രമണം താൽക്കാലികമായി നിർത്തണമെന്ന യുഎസിന്റെ അഭ്യർത്ഥന ലംഘിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ നീക്കം. ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികൾ തങ്ങൾക്ക് നേരെ വെടിയുതിർത്തതായും ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായും ഇസ്രായേൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ തിരിച്ചടിക്കരുതെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ സാഹചര്യം കൈകാര്യം ചെയ്യണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രായേൽ ഇത് മുഖവിലക്കെടുത്തില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് യുഎസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനുമതിയും ഉണ്ടായിരുന്നില്ല എന്നും യുഎസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാനുമായി കരാറുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപെന്നും അവർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.